വലിയ വിശ്വാസമായിരുന്നല്ലോ നിങ്ങക്ക് അനിയത്തിയെ. അതുകൊണ്ടാണല്ലോ ആരെ കൊണ്ടും വായിച്ചു പോലും നോക്കിപ്പിക്കാതെ അവള് പറഞ്ഞെടുത്തല്ലോ ഒപ്പിട്ട് കൊടുത്തത്. സുധേ, വിദ്യാഭ്യാസമില്ലാതെ പോയതിന്റെ ഒരുപാട് ദുരനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. എന്റെ മക്കൾക്ക് ആ ഗതി വരരുതെന്ന് ആഗ്രഹിച്ചിട്ടാ അവരെങ്കിലും പഠിച്ചോട്ടെ എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് വല്ലതും തിരിച്ചു കിട്ടുവോ? നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത കാര്യങ്ങളില് ഒരു പരിഹാരം വരുമ്പോ എന്തിനാ നിങ്ങളിങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ല, ജീവിക്കാനും അറിയില്ല. നല്ലൊരു തീരുമാനം എടുക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇട്ട് മൂടാൻ പണമുള്ള കൂട്ടരാ. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഈ കുടുംബത്തെ കരകയറ്റാനുള്ള ഒരു അവസരമാണ്. രക്ഷപ്പെടാൻ ദൈവം ഓരോരുത്തർക്കും ഓരോ അവസരം കൊടുക്കും. അത് കണ്ടില്ലെന്ന് വെച്ചാ പിന്നെ ഒരിക്കലും കിട്ടത്തില്ലേ. മാളവും കുമാറുമായിട്ടുള്ള കല്യാണത്തിന്റെ ചെലവ് പോലും നമ്മൾ നോക്കേണ്ടി വരത്തില്ല രവിയേട്ടാ. പോരാത്തതിന് 5 പൈസ അവർക്ക് സ്ത്രീധനവും വേണ്ട. മാളു ഈ കല്യാണത്തിന് സമ്മതിച്ച അതുകൊണ്ട് ഈ കുടുംബം മുഴുവനും രക്ഷപ്പെടും. അത് മാത്രല്ല, പിന്നീട് അങ്ങോട്ട് നമ്മളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗ്യം ആർക്ക് കിട്ടും? പിന്നെ നല്ല തങ്കപ്പെട്ട ചെറുക്കനും. അങ്ങനെ ഒരു ഭർത്താവിനെ അല്ലേ ഏത് പെണ്ണും കൊതിക്കുന്നത്? പക്ഷേ മാളുവിന്റെ ഇഷ്ടം കൂടി ഒന്നറിയാതെ. ഓ, നല്ല ജോലിയും വിദ്യാഭ്യാസമുള്ള എത്ര ആലോചനകൾ എനിക്ക് വന്നതാ. എന്നിട്ട് ഇങ്ങനെ ഒരുത്തനാണല്ലോ ഒടുവിൽ എനിക്ക് കിട്ടിയത്. ഓ, നരയിക്കാനാണ് തലയിലെഴുത്തെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. മിനിമം 6 മാസമെങ്കിലും ആരുടെയും സഹായമില്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിച്ച് കാണിച്ചാൽ അവളുടെ ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവൾ അത് ചെയ്തു. 6 മാസം മുംബൈയിൽ അവൾ ഒറ്റയ്ക്ക് താമസിച്ചു. അങ്ങനെ അവൾ അത് തെളിയിച്ചു. അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാവരും കരുതുന്നത്. 6 മാസം അമ്മു മുംബൈയിൽ താമസിച്ചതിന്റെ കണക്കുകളാണിത്. എന്നാടാ ഇത് നോക്ക്. ഡ്രൈവർക്കും 2 തരം ഭക്ഷണം പാകം ചെയ്യാൻ നിർത്തിയ പാചകക്കാർക്കും പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ നിർത്തിയ ആയയ്ക്കും ക്ലീനിംഗ് സ്റ്റാഫിനും വലിയ അപ്പാർട്ട്മെന്റിന്റെ വാടകയ്ക്കുമൊക്കെയായി അമ്മു ചിലവാക്കിയ തുകയാണിത്. ആ തുകയെ നീയൊന്ന് ഉറക്കെ വായിക്ക. 17.5 ലക്ഷം രൂപ. പണമല്ല പ്രശ്നം. അമ്മു ഇപ്പോഴും നിന്നടത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ തെളിവുകളാണ് ഈ കണക്കുകൾ. സെൽഫ് ഡിപ്പെൻഡൻസ് അഥവാ സ്വയം പര്യാപ്തത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുക, ചെയ്യുക. അമൃത തെളിയിച്ചത് അവൾ ഒട്ടും സെൽഫ് ഡിപ്പെൻഡന്റ് അല്ല എന്നുള്ളതാണ്. മോനെ, നിങ്ങളൊക്കെ കുട്ടികളാണ്. മുതിർന്നവരെടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് സമയമെടുത്തുന്നു വരും. പിന്നെ നമ്മളെല്ലാവരും ഇന്ന് ഉച്ചയോടെ രാമപുരത്തിന് പുറപ്പെടും. ഒട്ടും വൈകിക്കാതെ നല്ലൊരു മുഹൂർത്തം നോക്കി കുടുംബക്ഷേത്രത്തിൽ വെച്ച് അമൃതയുടെയും ശ്രീനാഥിന്റെയും താലികെട്ട്. മുത്തശ്ശാം, അത് ഇനി ഇതിനകത്തൊരു ചർച്ച വേണ്ട. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. വന്നേ, ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് മടുത്തിരിക്കാടി. വന്നേ.
ഒരു റൗണ്ട് നമുക്ക് നോക്കാം. ഞാനില്ല ചിറ്റപ്പ, ഇച്ചിരി തിരക്കില്ല. ഓ ആയിക്കോട്ടെ. ശ്രീയേട്ടനില്ലേ? അവൻ പുറത്തെവിടെ പോയിരിക്കുക. നിന്റെ മുഖം എന്താടി വല്ലാതിരിക്കുന്നെ? ഏ ഒന്നല്ലല്ലോ. ജലജമായി എവിടെ? ചേച്ചി ആകെ ആ, അവൾക്കല്ലെങ്കിലും ശ്രീനാഥിനെ അവന്റെ അമ്മയും മതിയല്ലോ. അമ്മായി. ആ നിന്നെ ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ചോറ് അയലക്കറി ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കും. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. അമ്മായി, ശ്രീയേട്ടൻ എപ്പോ വരും? ആ ഒരു പിടിയുമില്ല. പൂട്ടിക്കിടന്ന പുത്തമ്പരക്കൽ തറവാടും പറമ്പൊക്കെ വൃത്തിയാക്കാൻ പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. അവനങ്ങോട്ട് പോയതാ. എത്രയോ കാലങ്ങളായി ആ തറവാട് പൂട്ടിക്കിടക്കുക. വല്ലപ്പോഴും ആ ദാസപ്പം പോയി നോക്കുമായിരുന്നെങ്കിലും പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയല്ലായിരുന്നോ? അല്ല, ഇനിയിപ്പോ ശ്രീകുട്ടൻ തന്നെയാണല്ലോ എല്ലാം നോക്കി നടത്തേണ്ടത്. ശ്രീനാഥിന് കല്യാണാലോചന വന്നതോടെ നിങ്ങളുടെ പെങ്ങള് നിലത്തൊന്നും അല്ലല്ലോ. നമ്മൾ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ആവോ. എടി, കഥ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാന്നേ. അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്തൊക്കെ സഹിച്ചു. ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒത്തിരി അനുഭവിച്ചതല്ലേ, ഇനി സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ഭഗവാൻ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നൊരു ആലോചന എന്റെ ശ്രീകുട്ടനെ തേടി വരുമോ?